150 റൺസിന്റെ കൂറ്റൻ വിജയമാണ് ഇന്ന് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇംഗ്ലണ്ട് നാണം കെട്ട് തോറ്റു. ഇന്ത്യ 240 റൺസ് അടിച്ചു കൂട്ടുമെന്ന് ആരും കരുതിയില്ല. ഒരു സമയത്ത് ഇന്ത്യ 300 റൺസ് കടന്നേനെ. പക്ഷേ അവസാനം ഇന്ത്യ മെല്ലെയായി. ഇന്ന് ഇന്ത്യ കളി ജയിച്ച് ക്യാപ്റ്റൻ സൂര്യകുമാർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അഭിഷേകാണ് ഇന്നത്തെ കളിയിലെ താരം. 135 റൺസാണ് അഭിഷേക് ഇന്ന് ഒറ്റയ്ക്ക് അടിച്ചു കൂട്ടിയത്. ഇന്ന് ഇന്ത്യ ജയിച്ച ശേഷം സൂര്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇന്നത്തെ മത്സരത്തിൽ ഒരു അവിശ്വസനീയമായ വിജയമാണ് ഞങ്ങൾ നേടിയത്. അത് 150 റൺസിന്. ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അഭിഷേകിനാണ്. ഞാൻ ഇന്ന് സഞ്ജു ഫോം ആകുമെന്നായിരുന്നു കരുതിയത്. എന്നാൽ സഞ്ജു എന്നെ നിരാശപ്പെടുത്തി. ആ സ്ഥാനത്ത് അഭിഷേകാണ് അടിച്ചു കളിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെ പോലെ ഒരു ടീമിനെതിരെ അഭിഷേക് ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ഇനി T20 ക്രിക്കറ്റിൽ നിന്ന് പോകില്ല. T20യിലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോറാണ് അഭിഷേക് നേടിയിരിക്കുന്നത്. രോഹിത്തിന്റെ പകരക്കാരൻ അഭിഷേക് തന്നെയാണ്. ഇതുപോലത്തെ താരങ്ങളാണ് T20 ടീമിൽ ആവശ്യം. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരാൻ പോകുന്ന T20 സീരീസിൽ ഇതിനേക്കാൾ മികച്ച കളി ഞങ്ങൾ ആവർത്തിക്കുമെന്ന് സൂര്യകുമാർ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. 150 റൺസിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. 97 റൺസിന് ഇംഗ്ലണ്ട് ഓൾ ഔട്ടായി. ഇംഗ്ലണ്ട് നാണം കെട്ടാണ് നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ അവർക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല. T20 ക്രിക്കറ്റിലെ നമ്പർ 1 ടീം അത് ഇന്ത്യ തന്നെയാണ്. അത് വീണ്ടും ഇപ്പോൾ ഇന്ത്യ തെളിയിച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം കോച്ച് ഗംഭീറാണ്. ഗംഭീറിന്റെ പദ്ധതികൾ കൃത്യമായിട്ട് നടപ്പിലാവുന്നുണ്ട്. ഗംഭീറിനെ T20 ടീം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കൃത്യമായിട്ട് അറിയാം. അതിന്റെ റിസൾട്ടാണ് നമുക്കിപ്പോൾ കാണാനുള്ളത്. സഞ്ജു ഫോമാകാത്തതിൽ എല്ലാവർക്കും നിരാശയുണ്ട്. സഞ്ജുവിന് ഇനി ഒരു അവസരം കിട്ടുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. 5 T20യിൽ സഞ്ജു പരാജയപ്പെട്ടു. അങ്ങനെ ഇംഗ്ലണ്ട് T20 സീരീസ് അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത പരമ്പരയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.